ചേട്ടൻ നമുക്കൊരു ലളിതഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടിയാൽ നന്നായിരിക്കും. ബന്ധുരയാമുഷ സന്ധ്യ വരും വഴി ഇന്ദ്രധനുസ്സൊരു പന്തലിട്ടു കസ്തൂരി ചാലിച്ചു പച്ചില കുമ്പിളിൽ കളഭക്കുറി കൂട്ടൊരുക്കി വെച്ചു ഭൂമി കളഭക്കുറി കൂട്ടൊരുക്കി വെച്ചു ബന്ധുരയാമുഷ സന്ധ്യ വരും വഴി ഇന്ദ്രധനുസ്സൊരു പന്തലിട്ടു കസ്തൂരി ചാലിച്ചു പച്ചില കുമ്പിളിൽ കളഭക്കുറി കൂട്ടൊരുക്കി വെച്ചു ഭൂമി കളഭക്കുറി കൂട്ടൊരുക്കി വെച്ചു. ഇങ്ങനെ ചേട്ടൻ്റെ പാട്ടിങ്ങനെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അതായത് ശബ്ദത്തിൻ്റെ ആ ഒരു മാധുര്യം അല്ലെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് വളരെ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സുഖം തോന്നുന്നുണ്ട്. നമ്മൾ ദാസ് സാറിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് അതാണ്. അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നോണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഇപ്പോഴും ആ ഒരു മാധുര്യം ഉണ്ടാവുന്നത്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി എന്താ തൊണ്ടയെ സ്വന്തം കുഞ്ഞിനെ നോക്കുന്നേക്കാളും നന്നായിട്ട് നോക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഒരാള് ഇവിടെ LED വാളില് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആയിരിക്കില്ല, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കുള്ള ചോദ്യമായിരിക്കും. ആർക്കാണെന്ന് നമുക്ക് നോക്കാം. ഹലോ അച്ഛാ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് സിംഗേഴ്സിന്റെ പാട്ടുകൾ അച്ഛൻ ലൈവിൽ പെർഫോം ചെയ്യാറുണ്ട്. ദാസ് സാറ് മുതൽ അല്ലെങ്കിൽ കമുകറ സാർ, അങ്ങനെ ഡിഫറെന്റ് വോയിസ് ടെക്സ്റ്റേഴ്സ് ഉള്ള സിംഗേഴ്സിന്റെ പാട്ടുകൾ അച്ഛൻ പാടാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ മ്യൂസിക് കമ്പോസേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതായിരുന്നാലും ശരി, എനിക്ക് തോന്നുന്നു ബാബുരാജ് സാർ, അദ്ദേഹം എക്സെപ്റ്റ് ഫോർ ഹിം ബാക്കി എല്ലാവരുടെയും കൂടെ, എല്ലാ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ, നമ്മുടെ പുതിയ ജനറേഷനുള്ള ആൾക്കാരുടെ പോലും കൂടെ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ഡിഫറെന്റ് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് മ്യൂസിക് ഇതൊക്കെ അച്ഛൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ആസ് എ കമ്പോസർ അച്ഛൻ കമ്പോസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്പോസർ അല്ലെങ്കിൽ സിംഗർ അല്ലെങ്കിൽ മ്യൂസിക് ഐഡന്റിറ്റി ആരായിരിക്കും അച്ഛൻ? നാരായണിയുടെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഉഗ്രൻ ചോദ്യമാണെന്ന് അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി അതിന്റെ ഉഗ്രൻ ഉത്തരം കൂടി പറയാ അച്ഛാ. അതാണ് പാട്, നോക്കാം, ശ്രമിക്കാം. അതെ, അവള് ചോദിച്ചത് ഒരുപാട് വ്യത്യസ്തരായ ഗായകരുടെ പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞു. പക്ഷേ ദാസാറിൻ്റെ പാട്ട് പാടുമ്പോൾ ദാസാറിനെ പോലെയോ, കമുകറ സാറിൻ്റെ പാട്ട് പാടുമ്പോൾ കമുകറ സാറിനെ പോലെയോ, അല്ലെങ്കിൽ ഉദയഭാനു സാറിൻ്റെ പാട്ട് പാടുമ്പോൾ അതുപോലെയോ ഞാൻ അനുകരിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പാടുമ്പോൾ ആ പാട്ട് എൻ്റെ പാട്ടായി തീരുന്നു എന്നുള്ളതാണ്. അതെ, അവൾ ചോദിച്ചത് ഇത്രയും വ്യത്യസ്തരായ സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഓരോരുത്തരും ഓരോ ശൈലി തന്നെയാണ്. ഇപ്പം ദക്ഷിണാമൂർത്തി അദ്ദേഹം ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ, ഇപ്പോൾ ബേഗഡയിൽ ഒരു പാട്ട് ചെയ്താൽ ദേവരാമാഷൻ ബേഗഡയിൽ ഒരു പാട്ട് ചെയ്യും. പിന്നെ സിന്ധു ഭൈരവിയിൽ MSV ചെയ്താൽ ബാബുരാജ് ഒരു പാട്ട് ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഓരോ രാഗത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും നമ്മളെ ഒരു സ്വരൂപം പോലെ തന്നെ, എന്നെ കാണാൻ കലറകോപനെ പോലെ ഇരിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ വേറൊരാളെ പോലെ ഇരിക്കുന്നു. അത് ആ സ്വരൂപത്തിനനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സംഗീതവും ശൈലിയും ഉണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ പിന്നെ സംഗീത ശൈലികളെല്ലാം തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മളിൽ കൂടെ വരുമ്പോൾ, ഞാൻ നേരത്തെ പാടുമ്പോൾ പറഞ്ഞതുപോലെ നമ്മളതായിട്ട് തന്നെയാണ് ആയിരിക്കും പുറത്തു വരുന്നത്. അതാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എൻ്റെ ഗുരുനാഥൻ B. ശശികുമാർ സാറ്. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാന ശൈലിയും സംഗീത ശൈലിയും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.